അങ്ങനെ ഞങ്ങൾ ദേര വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിലേക്ക് പോയി. മെയിൻ ഉദ്ദേശം ഫിഷ് മാർക്കറ്റിൽ പോകാമെന്നായിരുന്നു. ഈ ഫിഷ് മാർക്കറ്റിൻ്റെ കുറേ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ പോയപ്പോഴാണ് ഇത്രയും ഒരു ഹ്യൂജ് ഏരിയ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായത്. ഫിഷസ് പർച്ചേസ് ചെയ്യാനും, അതായത് ഒത്തിരി ഒരുപാട് സ്റ്റോളുകളുണ്ട്. അപ്പോൾ അവിടുന്ന് വാങ്ങി പിന്നെ കട്ടിങ്ങും ക്ലീനിങ്ങിനും ഒരു ഡിഫറൻറ്റ് സെക്ഷൻ തന്നെയാണ്. അത് ഒരു വലിയൊരു ഏരിയ തന്നെ ഉണ്ട്, അത് കട്ടിങ്ങും ക്ലീനിങ്ങും ഒക്കെ. പിന്നെ മെയിൻലി എടുത്തു പറയാനായിട്ട് ഞാൻ കണ്ടപ്പോൾ നല്ല ക്ലീനായിരുന്നു, ഹൈജീൻ ആൻഡ് ക്ലീൻ. അത് സൂപ്പർബായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പം സത്യം പറയാമെങ്കിൽ ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത കുറേ മീനുകൾ ഞാൻ കണ്ടു. പലതും സീരിയസ്ലി ഞാൻ കണ്ടിട്ട് കൂടിയില്ല. നമ്മൾ വീട്ടിലൊക്കെ വാങ്ങിക്കുന്ന വളരെ കുറച്ച് മീനുകളാണ്. ഇവിടെ കയറിക്കഴിഞ്ഞപ്പോഴാണ് ഇത്രയും സീ ഫുഡ് ഐറ്റംസ് ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. നമ്മൾ ഈ ചാകര എന്നൊക്കെ പറയത്തില്ലേ, എക്സാക്ട്ലി ഇതാണത്. പിന്നെ മീനുകളെക്കുറിച്ചും ആധികാരികമായി ഒന്നും അറിയാത്തത് കൊണ്ട് എനിക്ക് അധികം സംസാരിക്കാനൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ഇതിനകത്ത്. അപ്പം കുറേ വെറൈറ്റി ഓഫ് മീനും അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നതും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം കേട്ടോ, അറേഞ്ച്മെൻറ്റ്. ഇങ്ങനെ ഈ സീ ഫുഡ് ഐറ്റംസ്, ഈ മീനൊക്കെ കട്ട് ചെയ്തിട്ടും കട്ട് ചെയ്യാതെ ആയാലും ഇത്ര ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നറിയോ. സംഭവം ആരെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഇത് കറിയോ ഫ്രൈയോ ഗ്രില്ലോ എന്തെങ്കിലുമൊക്കെ ആകാനുള്ളതാണെങ്കിലും ഭംഗിക്കൊരു കുറവുമില്ല. നല്ല സൂപ്പറായിട്ട് നല്ല ഭംഗിക്ക് തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് ഈ സ്റ്റോളുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നവരെ സമ്മതിക്കണം. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വന്ന് നോക്കി നിൽക്കാൻ തോന്നും. പിന്നെ എനിക്ക് കണ്ടാൽ തിരിച്ചറിയാവുന്ന കുറച്ച് മീനുകളേ ഉള്ളൂ, ഈ കൊഞ്ച്, ഞണ്ട്, ഇങ്ങനെയുള്ളതൊക്കെ. ഈ കൊഞ്ചിന് ചെമ്മീനെന്ന് പറയും ചില സ്ഥലങ്ങളിൽ കൊഞ്ചെന്നും പറയും. എന്തായാലും പിന്നെ അത്യാവശ്യം ചാള, നെത്തോലി, നെമ്മീൻ, അതിൽ തന്നെ കുറേ വെറൈറ്റി ഉണ്ട്, അതൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നൊരു ഇതുണ്ടല്ലോ. പിന്നെ ചെങ്കലവ, അതും അറിയാം. പക്ഷേ ഈ ചെങ്കലവയ്ക്ക് ചില സ്ഥലത്ത് കിളിമീൻ എന്ന് പറയും, പിന്നെ ചില സ്ഥലത്ത് ചോമ്പൻകോര എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തായാലും ചുമന്ന കളറിലിരിക്കുന്നൊരു മീൻ, അത് സത്യം പറഞ്ഞാൽ പൊരിച്ചാലാണ് ടേസ്റ്റ്. അങ്ങനെ പോയി വന്നപ്പോഴാണ് ഇത് ഭംഗിയുള്ള കുറച്ച് മീനുകളെ കണ്ടത്. അങ്ങനെ അതുവഴി മുന്നോട്ട് പോയപ്പോൾ ഈ ഉണക്ക സീ ഫുഡ് ഐറ്റംസ് കണ്ടു. ഈ ഉണക്കി വെച്ചിരിക്കുന്ന സീ ഫുഡ് ഐറ്റംസ്, അതിൻ്റെ ഒരു വലിയൊരു സെക്ഷൻ തന്നെയുണ്ട്. അപ്പോൾ ആ സെക്ഷനിൽ ഫുള്ള് ഈ ഉണക്കമീനുകളാണ്. ഉണക്കമീൻ തന്നെയല്ലേ പറയുക എല്ലാ സീ ഫുഡ് ഐറ്റംസിനെയും. അപ്പോൾ അതാണ് ആ ഒരു ഫുൾ സെക്ഷൻ, അതാണ് ഇരിക്കുന്നത്. പിന്നെ ചുറ്റും നോക്കി നിന്നപ്പോഴാണ് ഈ ഒരു ഐറ്റം കാണുന്നത്. ഇതിൻ്റെ പേര് മാല എന്നാണ്. ഈ നമ്മുടെ നാട്ടിലെ ചൂരമീനില്ലേ, ആ ചൂരമീനെ വെള്ളത്തിലിട്ട് വെക്കും ഒരു 3 മാസത്തോളം. 3 മാസം കഴിയുമ്പോൾ ഇതിങ്ങനെ ഓറഞ്ച് കളറിലാവും. ഇതിനെ മെയിൻലി അറബ്സാണ് വന്ന് വാങ്ങുന്നത്. അവരുടെ ഒരു മെയിൻ ഡിഷാണ്. അവർ ഈ മന്തിയൊക്കെ ഉണ്ടാക്കുന്നത് ഇത് വെച്ചിട്ടാണ്, ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നത് ഇത് വെച്ചിട്ടാണെന്നാണ് പറയുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ഫ്രോസൺ ഫിഷസും ഫ്രോസൺ സീ ഫുഡും ഒക്കെ ഇവിടെ കിട്ടും. പിന്നെ ഈ സെക്ഷനിലോട്ട് വന്നപ്പോഴത്തേക്കും ഒരു മീനിനെ മേടിച്ചാലോ എന്നൊക്കെ മനസ്സിൽ തോന്നി. പക്ഷെ വെറുതെയാണ്, സമയമില്ലെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങാൻ നിൽക്കരുത്. വെറുതെ എന്തിനാണ് അതിനെ പട്ടിണിക്കിടുന്നത്. ഇതൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മനസ്സിലൊരു പേടി തോന്നി. എങ്ങാനിത് ചാടി പുറത്ത് വരുമോ, നമ്മൾ ആക്രമിക്കുമോ എന്നൊക്കെ. കാര്യം ഇതിനൊക്കെ ജീവനുണ്ടേ. കണ്ടോ, അനങ്ങുന്നുണ്ടോ? നിങ്ങളത് കാണുന്നുണ്ടോ? ഞാനത് കാണുന്നുണ്ട്. ഇത്രയും വലിയ സൈസുള്ള ക്രാബും ലോബ്സ്റ്ററും ഒക്കെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ ലോബ്സ്റ്ററും ക്രാബും സെയിം ഫാമിലി പെട്ടതാണെന്നാണ് പറയുന്നത്. അല്ല, അങ്ങനെയാണ്. ഈ ക്രാബിൻ്റെ ബോഡി കുറച്ച് ഫ്ലാറ്റും പിന്നെ കുറച്ച് പരന്നതാണ്, വീതിയുള്ളത്. ഈ ലോബ്സ്റ്ററിൻ്റെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാണ് ഇരിക്കുന്നത്. ക്രാബ് നടക്കുന്നത് സൈഡ് വൈസ് ആണ്, ലോബ്സ്റ്റർ ഫ്രണ്ടിലേക്കുമാണ് നടക്കുന്നത്. ഈ കുഞ്ഞി കളർഫുൾ മീൻസ് കാണാൻ ഭയങ്കര ഭംഗിയാണ്. അവിടെ നോക്കി നിൽക്കും, പ്രത്യേകിച്ച് പിള്ളേർ.
ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കട്ടിങ് ആൻഡ് ക്ലീനിങ് സെക്ഷൻ. ക്ലീൻ ആൻഡ് ഹൈജീൻ അവർ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതാ മാർക്കിൻ്റെ ബാക്ക് സൈഡിലുള്ളൊരു സ്പോട്ടാണ്. ഫോട്ടോസൊക്കെ എടുക്കാനും കുറച്ച് നേരം ചിൽ ഔട്ട് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു സ്പോട്ടാണ്. റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ബൈ.